കൊച്ചി ബിനാലെ 2014 ക്യൂറേറ്ററായി പ്രശസ്ത കണ്ടംപററി ആർട്ടിസ്റ്റ് ജിതീഷ് കലാട്ടിനെ തിരഞ്ഞെടുത്തു. ബിനാലെയുടെ ഉപദേശക സമിതിയാണ് മുംബൈയിൽ സ്ഥിരതാമസമാക്കിയ തൃശൂർ സ്വദേശി ജിതീഷിനെ തിരഞ്ഞെടുത്തത്. കൊച്ചിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ മേയർ ടോണി ചമണിയാണ് ജിതീഷിന്റെ പേര് പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ മാസം 15-ന് മുംബൈയിൽ ചേർന്ന ബിനാലെ ഉപദേശക സമിതിയാണ് കൊച്ചി മുസിരീസ് ബിനാലെ 2014 ക്യൂറേറ്ററായി ജിതീഷ് കല്ലാട്ടിനെ തിരഞ്ഞെടുത്തത്. നിരവധി പേരുകൾ പരിഗണനയ്ക്ക് വന്നെങ്കിലും ജിതീഷിനെ ഏകകണ്ഠമായാണ് തിരഞ്ഞെടുത്തതെന്ന് ബിനാലെ ഡയറക്ടർമാർ അറിയിച്ചു. നിരവധി ബിനാലകളിലും ട്രിനാലകളിലും പങ്കാളിയായിട്ടുണ്ട് ജിതീഷ് കല്ലാട്ട്. And also a genetic link with the site, from where these artworks go to the others. I would hope that continues to be the case, because that's how the families are built through a cultivation of the same language. ബിനാലയുടെ വേദിയാക്കാൻ കൊച്ചിയിലെ വിവിധ സ്ഥലങ്ങൾ പരിഗണനയിലുണ്ട്. പക്ഷേ ബിനാലയുടെ വിഷയങ്ങൾ കൂടി കണക്കിലെടുത്താകും വേദി നിശ്ചയിക്കുക. കഴിഞ്ഞ ബിനാലയുടെ തീയതികൾ തന്നെയാണ് രണ്ടാം പതിപ്പിനും പരിഗണിക്കുന്നത്. തീയതിയും ബിനാലയുടെ വിഷയങ്ങളും വേദിയും കലാസൃഷ്ടികളെയും തീരുമാനിക്കേണ്ടത് ഇനി ക്യൂറേറ്ററുടെ ജോലിയാണ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ഇപ്പോൾ കലാകാരൻ ജിതീഷ് കല്ലാട്ട് മോർണിംഗ് ഷോയിൽ അതിഥിയാകുന്നു. സ്വാഗതം ശ്രീ ജിതീഷ് കല്ലാട്ട് മോർണിംഗ് ഷോയിലേക്ക്. വളരെ വലിയൊരു ഉത്തരവാദിത്തമാണ് താങ്കൾക്ക് കിട്ടിയിരിക്കുന്നത്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. കഴിഞ്ഞ ബിനാലെ ഒരു വിജയമായിരുന്നു. കേരളത്തിലുള്ളവർക്ക്, മലയാളികൾക്ക് വളരെ ഒരു അത്ഭുതമായ ഒരു കാര്യമായിരുന്നു ബിനാലെ. അതുകൊണ്ട് തന്നെ വരും വർഷം, അതായത് 2014 ബിനാലയെ സംബന്ധിച്ച് വേറെ പ്രതീക്ഷകൾ ഉണ്ടാകും മലയാളികൾക്ക്. എത്രത്തോളം പുതുമ കൊണ്ടുവരാൻ കഴിയും അടുത്ത ബിനാലയിൽ? രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ലെവലിൽ നമ്മൾ പുതുമ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബട്ട് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഒരു റിലേഷൻഷിപ്പ് വിത്ത് കഴിഞ്ഞ ബിനാലെ എസ്പെഷ്യലി നമ്മളുടെ സൈറ്റ്സും ഒരു റീസെന്റ് ആൻഡ് ഈവൻ പാസ്റ്റ് ഹിസ്റ്ററി ഒരു കൈൻഡ് ഓഫ് സ്വീപ്പിംഗ് ബാക്ക്വേർഡ് നാരറ്റീവ് ആയിരുന്നു. ആൻഡ് ആ കോൺവെർസേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആ സൈറ്റ്സിന്റെ മീനിങ്ങിന്. സോ ആ മീനിങ്സിനെ ഡെഫിനറ്റ്ലി ഈ ബിനാലയിലും, ആൻഡ് ഐ വുഡ് തിങ്ക് ഇൻ എവറി സബ്സിക്വന്റ് ബിനാലയിലും ഈ നാരറ്റീവ് of the previous Biennale, I think other resurface avanam, reincarnate avanam in different ways. So I think differentiation in down, because obviously in the vision will be keeping in mind the previous history, but also keeping in mind themes that really I think seem urgent in my own head. And our ideas I hope the ideas find the artists. I hope നമ്മൾ ആലോചിക്കുന്ന ചില themes, our themes set out on their field trips and find artists that we can collaborate with. കഴിഞ്ഞ ബിനാലയ്ക്ക് മുന്നോടിയായി ഒരുപാട് വിവാദങ്ങൾ, ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ടായിരുന്നു. മലയാളിയുടെ ഒരു പൊതു സ്വഭാവമായിരിക്കാം അത്. ഏതായാലും ബിനാലെ പൂർണ്ണമാകുമ്പോഴേക്ക് അതൊക്കെ കെട്ടടങ്ങിയിരുന്നു. താങ്കൾക്ക് തോന്നുന്നുണ്ടോ കണ്ടംപററി ആർട്ട് എന്ന ഈ ഒരു വലിയ കലാരൂപത്തെ മലയാളി മനസ്സിലാക്കി കഴിഞ്ഞു, അല്ലെങ്കിൽ അതിനെ സമീപിക്കേണ്ടത് എങ്ങനെയാണ്, അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് മലയാളിക്ക് പിടികിട്ടി എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ രണ്ടാമത്തെ ബിനാലയിലേക്ക് ക്യൂറേറ്ററായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ? I mean, first of all, the controversies and all the kind of turbulence. I wouldn't even call it controversies, but turbulence. Oru journey, an obstacle more than a controversy. But I think the interesting aspect in there, and the obstacle in there is that the Biennale had to survive it. So our journey to beauty, that it found all the difficulties but arrived. It landed safe and sound. And when everything came out of the airplane in terms of the project, people actually saw what the Biennale meant in terms of content and theme and ideas. And other I think alkarku bhayangarayitte oru reassurance aayirunnu that ee project oru meaningful project aayirunnu, and founders, our intentions, our
investment in the whole idea was deep and strong. So I think adannu nammal in fact yesterday nammal mayorndapam when I had a chance to first interact with him, it was very evident the kind of support that not just the people of Kerala, which I saw in the audience last year, but also people in office have towards a project like this. So the ella vidathilum oru embrace aanu oru adoption aanu for the idea of contemporary art into civil society in Kerala, and adu bhayangara oru interesting phenomenon aanu karanam Kerala has always been so culturally inclined. So it's a fantastic addition to the cultural life of Kerala. ശ്രീ ജിതീഷ് കല്ലാട്ട്, താങ്കൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നടന്നിട്ടുള്ള ബിനാലകളിലും ട്രിനാലകളിലും എല്ലാം സജീവമായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മലയാളികൾക്ക് മുന്നിലേക്ക് ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഇല്ലുസ്ട്രേഷൻസ് ബിനാലയുടെ ആ ഒരു സത്ത ശരിയായ രീതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്തെല്ലാം വെല്ലുവിളികൾ നേരിടാനുണ്ട്? ഇനി അടുത്ത വർഷം എന്തെല്ലാം കാര്യങ്ങളായിരിക്കും താങ്കൾക്ക് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത്? That's a entirely question understand idonu ariyilla. I must have missed a point, but എനിക്ക് ഈ ബിനാലയിൽ and a project like this, ഒരു ബിനാലെ മാതിരി ഒരു സ്കെയിലിന്റെ ഒരു പ്രോജക്റ്റിന്റെ ഇൻട്രസ്റ്റിംഗ് പോസിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ, first of all, art exits the climate controlled environment of a museum or gallery. A closed white environment of a gallery or museum. Adu vittitte artist ലൈഫിന്റെ അടുത്തേക്ക് ഒരു വരാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് ബിയനാലെ. പ്ലസ് ബിയനാലയിലത്തെ സൈറ്റ്സിന്റെ ഒരു മീനിങ്, ഡെൻസിറ്റി ആൻഡ് ഹിസ്റ്ററി വേറൊരു കാര്യമാണ്, വിച്ച് ഇസ് ക്വൈറ്റ് സ്പെഷ്യൽ ടു ദ പ്രോജക്ട്. ആൻഡ് ഐ വുഡ് ഹോപ്പ് ദാറ്റ് ഇതിന്റെ പൊട്ടൻഷ്യൽ, ഈ പോസിബിലിറ്റീസ് എടുത്തിട്ട് ഒരു പോളിഫറി ഓഫ് തീംസ്, സെവറൽ മൾട്ടി ലെയർഡ് തീംസ് become part of the project, and my job in some ways will be to create invisible connections between ideas that may not in one look seem like the same thing. So to sort of find links and connections in a diverse conversation. ശ്രീ ജിതീഷ്, എന്തുകൊണ്ടാണ് താങ്കൾ കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്താൻ തയ്യാറാകാത്തത്? ഒരുപക്ഷെ കേരളത്തിന് വെളിയിലാണ് കലാകാരന്മാർക്ക് കൂടുതൽ സാധ്യത എന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണോ? Sorry, line clear ആയിരുന്നില്ല. I couldn't hear the question. ജിതീഷ്, താങ്കൾ കേരളത്തിന് വെളിയിലാണ് താങ്കളുടെ പ്രവർത്തന മേഖല പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. തൃശ്ശൂരാണ് സ്ഥലമെങ്കിൽ കൂടി കേരളത്തിനകത്ത് നിന്നുകൊണ്ട് കലാപ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവമാകാൻ ചിന്തിക്കുന്നുണ്ടോ? കലാകാരന്മാർക്ക് കേരളത്തിന് വെളിയിലാണ് കൂടുതൽ അവസരമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതുകൊണ്ടാണോ പുറത്തേക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നത്? എന്നെ പറ്റിയാണോ ചോദിക്കുന്നത്? മൈ ഓൺ ലൈഫ്. അതെ, താങ്കളെ കുറിച്ചാണ് ചോദിച്ചത്. ഓക്കെ. ഞാൻ ജനിച്ചു വളർന്നത് ബോംബെയിലാണ്. I'm sorry, I couldn't understand the question. The Malayalam vocabulary limited ആണ്. So തൃശ്ശൂർ സ്വദേശിയാണ്, മലയാളിയാണ്. അതുകൊണ്ട് കേരളത്തിനകത്തേക്ക് ഇത്തരം കാര്യങ്ങൾ കൂടുതലായി ഇറങ്ങി വരാൻ, മുംബൈയിൽ ജനിച്ചുവെങ്കിൽ കൂടിയും കേരളത്തിലേക്ക് പ്രവർത്തന മേഖല കൊണ്ടുവരാൻ താങ്കൾക്ക് ഉദ്ദേശിക്കുന്നുണ്ടോ എന്നാണ്. താങ്കളുടെ കൂടുതൽ വർക്കുകൾ കേരളത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നാണ് ചോദിച്ചത്. Yes, I think Kerala, in fact, ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഞാൻ കേരളയായിട്ട് ആവേ കാരണം മാത്രമല്ല ഞാൻ പറയുന്നത്. I don't take that kind of a view of life. I think generally as a space, നമ്മളുടെ കേരളയില് ആർട്ടിന് എൻറ്റർ ചെയ്യാനും ആർട്ടിന് കൺവേഴ്സ് ചെയ്യാനും ഒരു പെർഫെക്റ്റ് ബാക്ക്ഡ്രോപ്പ് ആണ്. And I hope that നമ്മളുടെ ഈ next project I'm able to interact and deepen the relationship between contemporary art in the wider sense and also the cultural ecosystem, the thriving cultural ecosystem of Kerala. മലയാളിക്ക് എനിക്ക് തോന്നുന്നത് ഒരു കണ്ടംപററി ആർട്ട് ഇനിയും അങ്ങോട്ട് പരിചിതമായിട്ടില്ല എന്ന് തോന്നുന്നു. ഒരുപക്ഷെ ട്രഡീഷണൽ ആർട്ട് ഫോംസിനോട് കാണിക്കുന്ന ഒരു ഇഷ്ടം ഒരുപക്ഷെ കണ്ടംപററി ആർട്ടിലേക്ക് വരുന്നില്ല. അത് ഒരുപക്ഷെ ട്രെയിനിങ്ങിന്റെ കുറവാണോ, ഒരു അവയർനെസിന്റെ കുറവാണോ, അല്ലെങ്കിൽ അത്തരത്തിൽ മലയാളിയെ മോൾഡ് ചെയ്തെടുക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും?
contemporary art in the forms of looking, it can be quite a complex new territory for a new audience. പക്ഷെ കഴിഞ്ഞ ബിയനാലയിൽ ഞാൻ artworks മാത്രമല്ല നോക്കിയിരുന്നുള്ളൂ. I was looking at the audience and the deep attention with which the audience were viewing the Biennale. And എൻ്റെ ഫീലിംഗ് എന്തായിരുന്നു വെച്ചാൽ the audience were not just adopting the Biennale. കാരണം നമ്മൾ ബിയനാലെ ഒരു മലയാളത്തിൻ്റെ ഒരു വാക്ക്, ഒരു noun, verb, adjective ആയിട്ട് ആൾക്കാർ യൂസ് ചെയ്തായിരുന്നു, ഓൾമോസ്റ്റ് പ്ലേഫുള്ളി ആൻഡ് ഹ്യൂമറസ്ലി. പക്ഷെ അവർ അഡോപ്റ്റ് ചെയ്യൽ മാത്രമല്ല ആസ് എ ഫോർമാറ്റ്, ബട്ട് ദേ വർ ഓൾസോ അഡാപ്റ്റിംഗ് ടു ദി sort of the format of the art. കാരണം ഒരു മൾട്ടി ചാനൽ വീഡിയോ, ഇപ്പൊ 4 വോളിയൂമില് 4 വീഡിയോ ഫ്രെയിംവർക്സ് ഒപ്പം പ്രൊജക്ട് ചെയ്യുമ്പോൾ അത് എങ്ങനെയാ ഓഡിയൻസിനെ അത് ആ ഇൻഫർമേഷൻ്റെ ഒപ്പം വർക്ക് ചെയ്യേണ്ടത്, അതിന്റെ മീനിങ്സിന്റെ ഒപ്പം വർക്ക് ചെയ്യേണ്ടത്, ഇറ്റ്സ് എ വെരി കോംപ്ലെക്സ് തിങ്. ബട്ട് ഐ വാസ് വാച്ചിങ് ഓൾമോസ്റ്റ് സം ഓഫ് ദി ഓഡിയൻസസ് ഓൾമോസ്റ്റ് 25-minute ലോങ് വീഡിയോസ്. അവർ ഫുൾ ബിഗിനിങ് ടു എൻഡ് അവർ ആ റൂം വിട്ടിരുന്നില്ല. ദേ വർ നോട്ട് ലീവിംഗ് ദ റൂം. ആൻഡ് ഐ തിങ്ക് ദാറ്റ് for me was very, very encouraging. And I think in different parts of the world, where contemporary art ella sthalthum ella narchu museum ulla countries avadi udiyum chelppo ngante attention namku observe cheyan kanilla. So I think to me that was really the most interesting part of last year, that there was this beautiful second layer which was what audiences were bringing to the art by the way they were looking at the art. തീർച്ചയായും ശ്രീ ജിതീഷ് കല്ലാട്ട് ഇന്ന് മോർണിംഗ് ഷോയിൽ അതിഥിയായി പങ്കെടുത്തതിൽ അങ്ങേയറ്റം നന്ദി. താങ്കളുടെ അടുത്ത ബിനാലയ്ക്കുള്ള ക്യൂറേറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ വിജയാശംസകളും നേരുന്നു അടുത്ത ബിനാലയ്ക്കും താങ്കൾക്കും. ഇന്നത്തെ മോർണിംഗ് ഷോ അവസാനിപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു. പ്രശ്നങ്ങൾ നിരവധിയുള്ള ഒരു ദിവസമാണ്. ഹർത്താലും അക്രമ സംഭവങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എങ്കിലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.